ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. +2 റിസൾട്ട് ഇപ്പോൾ റീസെൻ്റ് ആയി വന്നു അല്ലേ? അപ്പം സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ UG ആപ്ലിക്കേഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇതാ റിസൾട്ട് വന്ന ഉടനെ പല ഓട്ടോണോമസ് കോളേജസും അപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സീരിയസ് ആയിട്ട് ഓരോ ഓട്ടോണോമസ് കോളേജിന്റെ ഡീറ്റെയിൽസ് അറിയാം. അതായത് അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, എത്രയാണ് ഫീ വരുന്നത്, ഏതൊക്കെയാണ് കോഴ്സ്, എത്ര സീറ്റ് ഉണ്ട് എന്നിങ്ങനെ പല ഡീറ്റെയിൽസും നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഓരോ കോളേജായിട്ട് ഓരോ ദിവസം ചെയ്യാം. പിന്നെ പലരും ചോദിക്കുന്ന ഒരു ഡൗട്ട്, എന്താണ് ഈ ഓട്ടോണോമസ് കോളേജസും മറ്റു കോളേജസും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ UG ആപ്ലിക്കേഷൻ വരുന്നത് പല രീതിയിലാണ്. ഒന്ന് സിംഗിൾ വിൻഡോ ആയിട്ട്, അതായത് ഓൾമോസ്റ്റ് ഒരുപാട് കോളേജസും ഈ സിംഗിൾ വിൻഡോയിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ കീഴിലുള്ള ഒരുപാട് ഗവൺമെൻറ് കോളേജസ്, എയ്ഡഡ് കോളേജസ്, സെൽഫ് ഫിനാൻസിങ് കോളേജസ്, ഇവരൊക്കെ ഒന്നിച്ച് ഒറ്റ ആപ്ലിക്കേഷൻ ആണ് നടത്തുന്നത്. അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ആപ്ലിക്കേഷൻ വിളിക്കുക. UG ക്യാപ്പ് എന്ന് പറയും. അത് വിളിച്ചിട്ടില്ല, അതിപ്പോൾ റീസെൻ്റ്ലി വിളിക്കും. അപ്പോൾ അതൊന്നിച്ച് ഒറ്റ ആപ്ലിക്കേഷനാണ്. ഇത്രയും കോളേജസിൽ നിങ്ങൾ ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി, ഈ കോളേജിലേക്കൊക്കെ ഉള്ള ആപ്ലിക്കേഷനായി. ഇനി അതല്ലാതെ കുറച്ച് കോളേജസ് ഉണ്ട്, ഓട്ടോണോമസ് കോളേജസ് എന്നറിയപ്പെടും. ഓട്ടോണോമസ് കോളേജസ് എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ എക്സാം കണ്ടക്ട് ചെയ്യാം, അവർക്ക് തന്നെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാം. കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കുന്ന കോളേജസ് ആണ് ഓട്ടോണോമസ് കോളേജസ്. അപ്പോൾ അതിൽ പെടുന്ന കുറച്ച് നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള കോളേജസ് ആണ് സെൻറ് ജോസഫ് കോളേജ് അല്ലെങ്കിൽ ദേവഗിരി കോളേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ മലപ്പുറം കാലിക്കറ്റ് റീജിയനിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സെൻറ് ജോസഫ് കോളേജ്, ഫറോക്ക് കോളേജ്, പിന്നെ ഈ ഒരു പരിസരത്ത് വരുന്ന ഒരു കോളേജായിട്ട് MES മമ്പാട് കോളേജ്, പിന്നെ ഒരുപാട് കോളേജസ് ഉണ്ട്. ട്രിവാൻഡ്രം സൈഡിലെ MG യൂണിവേഴ്സിറ്റി ആ സൈഡിലൊക്കെ വരുന്ന ഒരുപാട് കോളേജസ് ഉണ്ട്. മാറി വാനിയസ് കോളേജ്, അങ്ങനെ നമ്മൾ എക്സാമ്പിൾ എടുത്ത കുറേ കോളേജസ് ഉണ്ട്. നമുക്ക് ഓരോ കോളേജായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് കാണാം. പിന്നെ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജ് തൃശ്ശൂർ, ഇതൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഓട്ടോണോമസ് കോളേജസ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സെന്റ് ജോസഫ് കോളേജ്, ദേവഗിരി കോളേജിന്റെ അഡ്മിഷൻ ഡീറ്റെയിൽസ് ആണ്, ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ UG ആപ്ലിക്കേഷൻസ് ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തത് മെയ് 11-നാണ്, 11/5/2024 ആപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിപ്പം കാണുന്ന സ്ക്രീനിൽ കാണുന്നത് ദേവഗിരി കോളേജിന്റെ സൈറ്റ് ആണ്. സൈറ്റ് അഡ്രസ് എന്ന് പറയുന്നത് www.devagiricollege.org. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് www.devagiricollege.org എന്ന വെബ്സൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ക്രോൾ ചെയ്ത് പോയാൽ നമുക്ക് ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ്, കോളേജ് ഡീറ്റെയിൽസ് ഒക്കെ കാണാം. NAC A++ റിസീവ് ചെയ്തൊരു കോളേജാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നോട്ടീസ് ബോർഡിൽ 4 ഇയർ UG അഡ്മിഷൻ 2024 ഓൺലൈൻ രജിസ്ട്രേഷൻ ഓപ്പൺ എന്ന് നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാം. അപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷനും ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. അപ്പോൾ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇത് UG ആപ്ലിക്കേഷൻ്റെ സൈറ്റ് ആണ്. നോട്ടിഫിക്കേഷൻ ആൻഡ് ഗൈഡ് ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകും. അപ്ലിക്കേഷന് പോകാനായിട്ട് അപ്ലൈ ഓൺലൈൻ എന്നുള്ളത് ഇവിടെ പോയാൽ മതി. ഓൺലൈൻ രജിസ്ട്രേഷൻ ഈസ് ഓപ്പൺ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പേജിലേക്ക് പോകും. അപ്പോൾ ആപ്ലിക്കേഷൻ പേജിൽ ലോഗിൻ ആയിട്ടാണ് എപ്പോഴും കിടക്കുക. ഇവിടെ രജിസ്റ്ററിന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് നെക്സ്റ്റ് സ്റ്റെപ്പിലായിട്ടാണ് വരിക. അപ്പോൾ ഇതൊക്കെ ഓട്ടോണോമസ് കോളേജ് ആണ്. ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ CAP ID ആവശ്യമില്ല, അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ കൊടുക്കണ്ട. ഈ ഡയറക്റ്റ് ആയിട്ട് ഈ കോളേജിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട്, ഓരോ ഓട്ടോണോമസ് കോളേജിലും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതാണ് ഓട്ടോണോമസ് കോളേജസ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ നോട്ടിഫിക്കേഷനും ഗൈഡ് ലൈൻസിലേക്കും പോവാം. സോ ദിസ് ഇസ് ഇറ്റ്. NAC A++ ഗ്രേഡ് ലഭിച്ചിട്ടുള്ള 59th റാങ്ക് ഉള്ള NIRF റാങ്കിങ് ഉണ്ട് ഓരോ കോളേജസ്. അപ്പോൾ അതിൽ 59th റാങ്ക് ഉള്ള ഒരു എക്സലന്റ് കോളേജാണ് സെൻറ് ജോസഫ് കോളേജ് ദേവഗിരി. അപ്പോൾ അഡ്മിഷൻ ഡീറ്റെയിൽസ് കാണാം. ദിസ് ഇയർ ഓൺവേർഡ്സ് 4 ഇയർ ഡിഗ്രി ആണ് വരുന്നത്. ഓക്കെ, 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. അപ്പോൾ അതെന്താ ഡീറ്റെയിൽസ് എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് അറിയാം. അപ്പോൾ ഇത് നമുക്ക് അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് മാത്രം നോക്കാം. ഓക്കെ, ദിസ് ഇസ് നോട്ട് ത്രൂ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാപ്പ്, UG ക്യാപ്പിൽ കൂടിയല്ല, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അപ്ലിക്കേഷൻ അപ്ലൈ ഓൺലൈൻ ത്രൂ ദിസ് വെബ്സൈറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ദേവഗിരി കോളേജിന്റെ വെബ്സൈറ്റിലൂടെ അപ്ലൈ ചെയ്യണം. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 11th മെയ് 2024 രാവിലെ 10 മണിക്കാണ്. അപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ കാൻഡിഡേറ്റ്സിന് 350 റുപ്പീസ് ആണ്, SC/ST കാൻഡിഡേറ്റ്സിന് 125 റുപ്പീസ് ആണ്. അപ്പം എക്സെപ്റ്റ് SC/ST ഓൾ അതേഴ്സ് 350 റുപ്പീസ് പേ ചെയ്യേണ്ടതാണ്. പിന്നെ നെസസിറ്റി ആയി വരുന്നത് നിങ്ങൾക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആണ്. അത് 40 KB ആൻഡ് 500 KB ഉള്ളിൽ സൈസ് ആയിരിക്കണം. JPEG അല്ലെങ്കിൽ JPG ഇമേജ് ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്.
ഇനി എയ്ഡഡ് പ്രോഗ്രാംസിൽ ഏതൊക്കെയാണ് കോഴ്സസ് വരുന്നത് അതിന്റെ സീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലുക്ക് ഹിയർ, ദിസ് ഇസ് ഓണേഴ്സ് ഡിഗ്രി, 4-year ഡിഗ്രി ആണ്, ഓണേഴ്സ് ഡിഗ്രി ആണ്. ആൻഡ് ദിസ് ഇസ് BA എക്കണോമിക്സ് 50 സീറ്റ്സ് ഉണ്ട്. BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓണേഴ്സ് 32, BSc മാത്തമാറ്റിക്സ് ഓണേഴ്സ് 48, BSc ഫിസിക്സ് ഓണേഴ്സ് 48, BSc കെമിസ്ട്രി ഓണേഴ്സ് 48 again, BSc ബോട്ടണി ഓണേഴ്സ് 32, BSc zoology honors 36, BSc psychology honors 36, BCom finance honors 60, BSc economics and mathematics double main ആണ് ഇത് വരുന്നത് 24 സീറ്റ്സ്. അപ്പോൾ ഇങ്ങനെയാണ് സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. മറ്റ് സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാംസ്, അപ്പോൾ ഇത്രയും പറഞ്ഞത് എയ്ഡഡ് പ്രോഗ്രാംസ് ആണ്. ഫീസ് കുറവായിരിക്കും, ഗവൺമെന്റ് ഫീസിലേ ഉണ്ടാവുള്ളൂ. ദിസ് ഇസ് സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാം. സെൽഫ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹയർ ഫീസിലാണ് ഈ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഈ കോഴ്സസ് വരിക. BA ഫങ്ഷണൽ ഇംഗ്ലീഷ് ഓണർ 36, BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ഓണർ 40, BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഓണർ 50, BA animation and graphic design honors 32, BSc computer science honors 36, BSc applied mathematics honors 40, BCA honors again 36, BCom computer application honors 60, BCom finance honor 60, BCom professional honors 60, BCom applied finance and accounting honors 60, BBA honors 50, BBA international business honors 50, Bachelor of Sports Management honors 40, BSc Computer Science and Mathematics again double main ആണ് 36. ഓക്കെ, ഇനി എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ആണ്. എലിജിബിലിറ്റി ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് +2 എല്ലാ കോഴ്സിനും ഓൾമോസ്റ്റ് 45% ആൻഡ് അബവ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏത് കോഴ്സാണ് അതിന് അനുപാതികമായിട്ട് നിങ്ങളുടെ +2 ലാംഗ്വേജ് അല്ലെങ്കിൽ +2 സബ്ജക്റ്റും കൂടി കൺസിഡർ ചെയ്യും. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഓരോന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. ഇനി നമുക്ക് ഡേറ്റ് ആൻഡ് ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് May 10 9 റിസൾട്ട് വന്നു, 10 നോട്ടിഫിക്കേഷൻ വന്നു. ആൻഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 11 May 11 10 AM. പിന്നെ മറ്റ് ഡേറ്റ് ആൻഡ് ഡീറ്റെയിൽസ് വിൽ ബി അനൗൺസ് ലേറ്റർ എന്നാണ് പറയുന്നത്. അതായത് ഇൻ മേ ബി 20 days ഓർ സോ ഉണ്ടാവും ആപ്ലിക്കേഷൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും റെഡിയാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു അക്ഷയയിൽ പോയി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന സിമ്പിൾ ആപ്ലിക്കേഷൻ ആണ് ഇതൊക്കെ വരുന്നത്. പക്ഷേ ഈ ഫോട്ടോ റീസൈസിങ് പാർട്ട് വരും, അവിടെയാണ് നിങ്ങളൊന്ന് സ്റ്റക്ക് ആവുക. ഓക്കെ, എനിവേ യു ക്യാൻ ഓൾസോ ഡു ഇറ്റ് ഇൻ യുവർ മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോണിൽ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ പോയിട്ട് ചെയ്താൽ മതി. അപ്പോൾ വലിയ പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് മൊബൈലിൽ തന്നെ അപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് അഡീഷണൽ ഇതുണ്ടെങ്കിൽ, അതായത് സ്പോർട്സ് കോട്ട ഓർ സം അതർ കൈൻഡ് ഓഫ് റിസർവേഷൻ ഓർ സംതിങ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റ്സും അപ്ലോഡ് ചെയ്യാനുണ്ടാവും. EWS അതേപോലെ എനി കൈൻഡ് ഓഫ് റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി നിങ്ങൾ കരുതിയിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് സെൻറ് ജോസഫ് ദേവഗിരിയുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്. അപ്പോൾ സോ ഇൻ ഓൾ ഓഫ് യു അപ്ലൈ. ഓക്കെ, ആസ് സൂൺ ആസ് പോസിബിൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഓട്ടോണമസ് കോളേജിൻ്റെ ഡീറ്റെയിലുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ഗുഡ് ബൈ. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.